എങ്ങടെ പോണേ? ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് പുറത്ത് വേണേ. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. ഞാൻ നാട്ടിൽ നിന്ന് എടുത്തൊരു ഉടുപ്പാട്ടോ. ഇവിടെ വന്നിട്ട് ശരിക്കും പോകാത്തോട് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും ഒരുങ്ങി അല്ല, ഇതിൽ ശരിക്കും ഒരുങ്ങിയിട്ട് പോവാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഞാൻ മുടിയൊക്കെ ഒന്ന് ചെയ്ത് കണ്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഓക്കെ, അപ്പോൾ കമോൺ. അപ്പം ഞാൻ എയർ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എയർ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇതുകൊണ്ടൊന്നും സെറ്റാക്കി എടുക്കാൻ വിചാരിച്ച് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ എല്ലാ വട്ടം പുറത്ത് പോകുമ്പോൾ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യൊന്നുമില്ല കേട്ടോ. പിന്നെ എയർ വാഷ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ചില ദിവസങ്ങൾ തോന്നില്ല നമുക്ക് ഒരുങ്ങി പോകണം, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസമാട്ടോ ഇന്ന്. ഇന്ന് എന്താണോ പുറത്ത് പോകുമ്പോൾ നല്ലപോലെ ഒരുങ്ങണം, നല്ലപോലെ മുടി സെറ്റ് ചെയ്യണം, നല്ലപോലെ മേക്കപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നിയ ദിവസമാട്ടോ. അങ്ങനെ തോന്നാർക്ക് പൊതുവേ ഭയങ്കര കുറവാണ്. ഞാൻ എങ്ങനെയും ചട്ടപടേന്ന് ഒരുങ്ങി പോകണ ആളാണ്. അല്ലാണ്ട് ഈ കസാലൊന്നും ഞാൻ ഇരുന്ന് മേക്കപ്പ് ചെയ്യാറേ ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ, ഇതുപോലെ തോന്നിയ ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ നമുക്ക് നമ്മളേതായിട്ടൊരു ഇത് തോന്നാറില്ല, നമുക്കൊന്ന് ഒരുങ്ങി പോകണം എന്നൊക്കെ തോന്നിയൊരു ദിവസം അതാട്ടോ. ഇതൊക്കെ മുടിയൊക്കെ കെട്ടി സ്റ്റൈലായി പോകണമെന്ന് തോന്നിയ ദിവസം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു മേക്കപ്പ് കേട്ടോ. അപ്പോൾ എന്നും ഞാൻ ജസ്റ്റ് പൗഡർ ലിപ്സ്റ്റിക്കും കണ്ണും മാത്രം എഴുതിയിട്ട് ഓടുക ചെയ്യാറ്. പിന്നെ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കൺസീലറും അതുപോലെ പ്രൈമറൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയിലൊന്ന് ഒരുങ്ങാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് കഴിഞ്ഞ വീട്ടിൽ കണ്ടാൽ മനസ്സിലായി എൻ്റെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തിട്ട് എൻ്റെ കൺസീലറും, പക്ഷേ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഉള്ള കൺസീലർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ കൺസീലറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്ര പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. കൺസീലർ ഇവിടെ മേടിക്കാൻ കിട്ടും തോന്നുന്നുണ്ട്, കോസ്മെറ്റിക്സിൻ്റെ ലുലുവിലും അങ്ങനത്തേലൊക്കെ. പക്ഷേ ഇതില്ല, ഫേസ് വാഷൊന്നുമില്ല. പിന്നെ അതുപോലെ ഇന്ന് മുടി കുറച്ച് വൃത്തിയിൽ കെട്ടണം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊതുവേ എനിക്ക് മുടി കെട്ടാൻ അങ്ങനത്തെ അറിയില്ല. അപ്പോൾ വീട്ടിലൊക്കെ ആകുമ്പോൾ ഉമ്മയാണ് കെട്ടിത്തരാറ് അങ്ങനത്തെ സ്റ്റൈലൊക്കെ. അപ്പോൾ ഞാനൊരു ഇങ്ങനെ 2 സൈഡ് ബ്രൈഡ്സ് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മുടി കെട്ടി തരണമെന്നിട്ടാ. അപ്പോൾ മൂപ്പരാളൊക്കെ പോണിട്ടയിലൊക്കെ പൊതുവേ പോണിട്ടയിലും കാര്യങ്ങളൊക്കെ ഷാമയൊക്കെ തന്നെയായിട്ട് കെട്ടിത്തരാറ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഷാമയൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിത്തരാൻ വന്നേക്കട്ടാ. അപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഷാമയൊക്കെ എനിക്ക് ഗ്രീൻ ഫ്ലാഗ് ആട്ടോ. എന്താ ചെയ്യുക, അങ്ങനെ ഇതൊന്നുമില്ല. ഒറ്റയ്ക്ക് മുടി കെട്ടിത്തരും, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ചെയ്തും. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കുറച്ച് മടി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഷാമയൊക്കെ ഞാൻ നല്ലപോലെ വൃത്തിയിൽ ഒരുങ്ങി നടക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ മുടി കെട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മൂപ്പരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നെ കെട്ടിയാൽ ശരിയാവില്ല എന്നറിയാം. മൂപ്പരാൾ കെട്ടി തന്നതിലും ഒന്ന് വൃത്തിയിൽ ഞാൻ നടക്കട്ടെ എന്നുള്ള രീതിയിലാട്ടോ മൂപ്പരാൾ. പിന്നെ അതുപോലെ ഞാൻ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ല സ്റ്റൈലിൽ നിന്ന് ഒരുങ്ങാൻ വിചാരിച്ച ദിവസം കേട്ടോ. അങ്ങനെ മൂപ്പരാൾ കെട്ടിത്തരാൻ പറഞ്ഞിട്ട് എങ്ങനെ കെട്ടുന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഡിസ്കഷനിലായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഒരു മുടി കെട്ടുകൂടി അല്ലേ അങ്ങനെ. പക്ഷെ ഒരു മുടി കൂടി വേണം, മുടയണ പോലെ ഒരു ലെയറും കൂടി, 3 ലെയർ വേണം. കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ പണ്ടറീസിന്റെ മുടിയെ നീ പ്രകാരം ഫുള്ള് മുടിയില്ലേ, ഇതുപോലെ ഫുള്ള് മുടഞ്ഞേക്കുക. അയ്യോ, പണ്ട് ഫോട്ടോ ഇടുന്നും ഇല്ലാത്തോണ്ട് നിറച്ച് മുടഞ്ഞിട്ടേക്കായിരുന്നു. ഒരു രസത്തിൽ രസം. ഇത്തശീലിനൊക്കെ നല്ലോണം പോടെ, നല്ല കട്ടിയിൽ ഉമ്മൊക്കെ നല്ല കട്ടിയിൽ പോടും. അതായത് മുടി നല്ല ഇങ്ങനെ പിന്നി പോലെ, തീരെ ഊരി പോലില്ല. പക്ഷെ അവള് കുറച്ചുകൂടി വലിയ മുടി എടുക്കുന്നുണ്ട് അല്ലേ, ലെയർ. മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി. മുടി എങ്ങനെയുണ്ട് ഗൈസ്?
അപ്പോൾ മുടിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ക്യാരി ബാഗിൽ എന്തൊക്കെ ക്യാരി ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒരു വെറ്റ് വൈപ്സ്, ഒരു പാമ്പേഴ്സ്, പിന്നെ ഐബുവിന് കുടിക്കാനുള്ള കഞ്ഞി, ഒരു ലിപ്സ്റ്റിക്ക്, ഇത്ര മാത്രം ഞാൻ ക്യാരി ചെയ്യുള്ളൂ. എല്ലാവരും ചോദിച്ചിരുന്നു എന്തൊക്കെ ക്യാരി ചെയ്യാൻ കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോണേ? ഇതൊക്കെ അതിനൊന്നും കാര്യമില്ല. അവന്റെ ഭാഗത്ത് കുരുത്തക്കേട് വെച്ചെങ്കിൽ ഒരു കച്ചിലും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ചൂടായിട്ട് അങ്ങനെ പുറത്തേക്കേ ഇറങ്ങാറില്ല കേട്ടോ. വ്യാഴാഴ്ച അമ്മയുടെയും കാക്കയുടെയും കൂടെ പുറത്തേക്ക് പോകുന്നല്ലാണ്ട് നമ്മളായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൽ കുറവായിരുന്നു. ചൂട് ചാമയൊക്കെ തീരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ മാളിക്കാണ് പോകുന്നത്. മാളിക്ക് പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അവിടെ എന്തായാലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏസിലുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനും ജഡ്ജും ഷാനയും ഷാമയൊക്കെ എല്ലാവരും കൂടിയിട്ടായിട്ട് പോണേ. ഇന്ന് അമ്മയും കാക്കയും എല്ലാവർക്ക് ഫ്രണ്ടിൻ്റെ എന്തോ കാണുന്ന പരിപാടി എന്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് അങ്ങനെ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ മാത്രമായിട്ട് കുറേ വട്ടം പോയിരുന്നു. നമ്മൾ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്രാവശ്യം ചൂടിൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് നമ്മളങ്ങനെ പോവാത്ത കേട്ടോ. അപ്പോൾ ഇതാ മാൾ ഓഫ് ഖത്തറിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഫസ്റ്റ് പോയുള്ളതാ. അങ്ങനെ പോയിട്ട് കുറേ ആയിക്കണം. മാളിക്ക് തളവുന്ന സമയത്ത് പിന്നെ മാളിക്ക് ഭാഗത്ത് തിരിഞ്ഞു നോക്കുകയേ ചെയ്യില്ല. Star of the event. നമ്മൾ തീരെ വരാത്ത ഏരിയ കേട്ടോ. ഞാൻ ഇവിടുന്ന് അതിന്റെ വേറെ സംഭവം ഇൻഫ്ലുവൻസർ എന്തൊക്കെ വിളിച്ചിരിക്കുന്നത്. പോയി നിക്ക്. ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനത്തെ മാൾ ഓഫ് ഖത്തറിൻ്റെ സെൻറ്റർ ഓഫ് ഏരിയ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള പ്ലാനില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എന്താ നിർത്തി അയച്ചാൽ ജഡ്ജു ഇങ്ങനെ പറയേണ്ടിയിരുന്നു. നമ്മളെ വീഡിയോയിൽ വേറെ ആരെങ്കിലും വന്ന് അവർ കംപ്ലയിൻറ്റ് അതിലൊക്കെ പ്രശ്നമാണ് ഇപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയേണ്ടിയിരുന്നിട്ടാ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്തിനാ അങ്ങനത്തെ ഒരു സീനിൽ നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. ഇത് സെൻറ്റർ ഓഫ് ഏരിയ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും കേട്ടോ. മിക്ക ആൾക്കാരും അവിടെ തന്നെ ഉണ്ടാവാറ്. ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ തരാ പാര. വൈബൂനും ഷേനാക്കൊക്കെ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ജഡ്ജു അതിനായിട്ട് പോയിക്കണേ. ഒരു ഐസ്ക്രീം വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ ആരെ മേടിച്ചെന്നേ പോട്ടെ. ഈ ഭാഗത്തുനിന്ന് അടിക്കും, ഈ ഭാഗത്തുനിന്ന്, ഈ ഭാഗത്തുനിന്നൊക്കെ. അയ്യോ ഈ ഭാഗത്തുനിന്നൊക്കെ. അപ്പോൾ ഐബുവിന് ഭയങ്കര ഇൻട്രസ്റ്റഡ്. കാരണം ഇങ്ങനത്തെ ഐസ്ക്രീം ആദ്യമായിട്ട് കഴിക്കണേ. പക്ഷേ എന്നെ കഴിക്കണം പറഞ്ഞപ്പോൾ അവനക്കും മേടിച്ച് അവനക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ മെക്ഡോണൽഡ് ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ല മൂപ്പരാൾ. ഭയങ്കര ഇൻട്രസ്റ്റഡായിട്ട് കഴിക്കട്ടെ. ഇവിടുത്തെ ഷേനയും കഴിക്കണേ. അവൾക്കും ഭയങ്കര ഇഷ്ടം. എല്ലാവരുടെ ഐസ്ക്രീമിനോട് പൊതുവേ താല്പര്യം കുറവാണ്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവിടെ ഇരുന്നിട്ട്. നീ ഇതാണല്ലോ അല്ലേ? അപ്പൊ ഹൈഫൈ കൊടുക്ക് ഇടിക്കാൻ പാടില്ല. ഹൈഫൈ കൊടുക്ക്. ആ
അപ്പോൾ മാളിനെ കുട്ടീനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരിങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിനെ കണ്ടിട്ട് നമുക്ക് കൗതുകം തോന്നിയിട്ട് കെട്ടിപ്പിടിക്കുക, ഉമ്മൊടുക്കല. ഐബു ആണെങ്കിൽ അതിനെ പിടിച്ചിടിക്കുക. ഐബുവിന് ഒരു കൗതുകമില്ല. ഐബുവിന് ഇതാണ് അരം, ഇടിക്കുക, കുത്തുക, ചവിട്ടത്തൊക്കെയാണ് ഐബുവിൻ്റെ അരം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവന് ഇടിക്കുക. എന്നിട്ട് ഇന്നെ വിളിച്ചു കൊടുത്തിട്ട് ഇടിക്കാൻ പറയട്ടെ, മമ്മ ഇടിക്കുക, പപ്പ ഇടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എൻ്റർടൈൻമെൻറ്റ്. എവിടെ പോയിടാവൻ കാണാനില്ലല്ലോ. അതിന് ഇൻട്രസ്റ്റാ, കെട്ടിപ്പിടിക്കാന്ന് പറ്റില്ല. അതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാന്നുള്ള രീതിയിൽ ഇവനിക്ക് പറ്റില്ല. ഇവനിക്ക് എസ്കലേറ്റർ നല്ല ഇഷ്ടമായി കേട്ടോ. അവ കയറി ഇറങ്ങുക ഒറ്റയ്ക്ക് കയറി ഇറങ്ങാൻ പോവുക. അപ്പോൾ പിന്നെ ഞാൻ അവനായിട്ട് റൗണ്ടും കൂടി ഒന്ന് പോയി വന്നതാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു ടർക്കിഷ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അറബിക് ഫുഡ്, കബാബ്, അമൂസ്, കാര്യങ്ങൾ, സലാഡൊക്കെ കിട്ടുന്ന ഫുഡ് റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് അവിടെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇക്കു ഷാനക്കൊക്കെ അവിടെ തന്നെ അവിടെ എവിടുന്ന് കഴിക്കേണ്ടത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. ഇവിടെ എന്താ ഇത് വെച്ചാൽ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. കുറേ ആൾക്കാർ ഇവിടെ വരും. പിന്നെ വീക്കെൻഡ്സിൽ പറയാൻ വേണ്ട, ഭയങ്കര തിരക്കും. എങ്ങനെ പോലെ ക്യൂ നിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടോ. എൻ്റെ ഉടുപ്പ് ഇതൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായി, ഒരുങ്ങിയതും ഉടുപ്പെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയ ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരുങ്ങാറുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഒരു ഇത്. ഇതെന്ത് മീനാ ഇപ്പോ? എന്ത് മീനാ? എന്ത് മീനാ പൊന്ന? എനിക്കൊരു തല്ലിപ്പൊട്ടിക്കുന്ന ഐബൂസ്, നാഗവല്ലി ഐബൂസ്, നാഗവല്ലൻ. ഓരോ സമയത്ത് ഓരോ മൂടാണ് കുട്ടി. ഇപ്പൊ നല്ല മൂഡ്. മൂസ് നല്ലതാണ് മുന്നേ. അവർക്ക് എന്താ മൂസ്? ചാക്കപ്പുരത്ത് മനുഷ്യനാ. എന്താണിത്? സമൂസ അല്ല, മൂസേ. ഇത് സമൂസ അല്ലല്ലോ. പിന്നെ അവിടുന്ന് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. ടോട്ടലിൽ നിന്ന് ഐബ് കുറച്ച് അലമ്പായിരുന്നു, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവരും ഇവിടെ വന്നിട്ട് പോയി. ഞാൻ ഉറങ്ങാനുള്ള പ്ലാനിലാണ്. കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കൊടുന്ന് വെച്ചിട്ട്. ഡോണ്ട് ടേക്ക് ദാറ്റ് ഐബൂസ്. ആരെടുത്തത്? എന്തിന്? പോയി കിടന്നുറങ്ങ്. ഗോ ആൻഡ് സ്ലീപ്പ്. മമ്മിയും പപ്പൊക്കെ ഉറങ്ങാൻ പോയിട്ടാ. കിടന്നുറങ്ങ ഇപ്പോ. കിടന്നുറങ്ങടാ. പൗഡർ ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ. പൊരിയ മാസോ തരുല്ലടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ഔട്ടിങ്ങിന് പോയ വീഡിയോ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തതാണ്. പിന്നീട് കാണുമ്പോൾ നമുക്ക് രസമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ഞാൻ ഔട്ടിങ് പോയപ്പോൾ രസമായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോന്നു. അപ്പോൾ മൂവി കയറാൻ ചോദിച്ചപ്പോൾ നമുക്ക് പറ്റിയ മൂവിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞു ഓണത്തിന് കുറേ മൂവീസൊക്കെ വരുമല്ലോ, അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര വീഡിയോസ് തന്ന സപ്പോർട്ടൊക്കെ ഇനിയും അങ്ങോട്ട് തരിക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു. കമൻസൊക്കെ അറിയിക്കാം കേട്ടോ.